പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു പ്രോഡക്റ്റിൻ്റെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രോഡക്റ്റിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ മുമ്പിലുള്ളത് 2 ഓട്ടുപാത്രങ്ങളാണ്. കുറച്ച് പഴക്കമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കിണ്ടിയും നല്ലൊരു ഭംഗിയുള്ളൊരു വിളക്കുമാണ്. പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ? കുറേ നാളായിട്ട് ക്ലാവൊക്കെ പിടിച്ച് തീരെ കണ്ടാലൊരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ പ്രോഡക്റ്റ്. ഈ 2 ഇതിന് നമുക്ക് ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ച് അതിനൊരു ലൈഫ് കൊടുക്കാൻ പറ്റും, ഒരു തിളക്കം കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പം ഈ കാര്യം നമുക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരി ടീമിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന നമ്മുടെ യുവ ഓണ്ടർപ്രണറായിട്ടുള്ള സജിമോൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ വലത് കയ്യിലൊരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സ്ക്രബ് കണ്ടിട്ടുണ്ടാവും. ഈ സ്ക്രബും പിന്നെ ഒരു പ്രോഡക്റ്റിലൂടെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രോഡക്റ്റിലൂടെയാണ് അനുഭവിക്കുന്നത്. ആ പ്രോഡക്റ്റിൻ്റെ പേര് ഇതാണ്, അൾട്രാ ഗാർഡ് എന്നാണ്. അപ്പം നിങ്ങൾ ഇതേവരെ ഈ സാധനം ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം. നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ടോയ്ലറ്റ് ക്ലീനേഴ്സിലൊന്നാണ്, ഒരു സംശയമില്ലാതെ. നമുക്ക് വളരെ സേഫായിട്ട്, വളരെ എഫക്റ്റീവായിട്ട് പെട്ടെന്ന് ബാത്റൂംസ് ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ്. പക്ഷേ അതിനിങ്ങനൊരു ഗുണമുണ്ടെന്നുള്ള കാര്യം സജിമോൻ സാർ അദ്ദേഹത്തിൻ്റെ നിതാന്തമായ റിസർച്ചിൽ നിന്ന് കണ്ടെത്തിയതാണ്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. തേച്ച് പിടിപ്പിക്കുക. ആ പ്രോഡക്റ്റ് കുറച്ച് അതിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. ആ ഓട്ടുരുളി, ക്ലാവ് പിടിച്ച ഓട്ടുരുളി കൈകൊണ്ട് പരിതാപകരമായ നിലയിലാണ് നിൽക്കുന്നത്. കൈ കൊണ്ട് വേണം ചെയ്തത്, ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും പേടിയാണ്. സജിമോൻ സാറിൻ്റെ മൃദുവായിട്ടുള്ള കൈ കൊണ്ട് അത് ചെയ്തുകൊണ്ടാണ്. നല്ല കേട്ടോ, സജിമോൻ സാർ നല്ലൊരു അധ്വാനിയായ ചെറുപ്പക്കാരനായതുകൊണ്ട് നല്ല റഫായിട്ടുള്ള കൈകളാണ് അദ്ദേഹത്തിൻ്റെ. വീട്ടിൽ പണിയെടുത്ത് ശീലമില്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്ക്രബ് അതിന് യൂസ് ചെയ്യേണ്ടി വരും. കൈ ഇത്ര ഹാർഡായിരിക്കണമെന്നില്ല, റഫായിരിക്കണമെന്നില്ല. പിന്നെ അത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ വന്ന മാറ്റം കണ്ടോ? സാധാരണഗതിക്ക് ആൾക്കാർ ഓരോ സാധനം എന്നിട്ട് അതിൻ്റെ മേലേക്ക് കയറി കുത്തിയിരുന്ന് കടുംപിടുത്തമൊക്കെ പിടിച്ചാണ്, കഠിനാധ്വാനമൊക്കെ ചെയ്താണ് ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് സ്ട്രെയിറ്റ് അവേ ക്ലാവും ബാക്കി കാര്യങ്ങളൊക്കെ റിമൂവ് ആകപ്പെടുകയാണ്. നമുക്ക് കൈകൊണ്ട് പറ്റിയ ശേഷം ആ സ്ക്രബ് കൊണ്ടൊന്ന് സ്ക്രബ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇതിന് സ്പോഞ്ചുള്ള സ്ക്രബ് വേണമെന്നില്ല, പ്ലെയിനായിട്ടുള്ള സ്ക്രബാണെങ്കിൽ അതായിരിക്കും കുറേ കൂടെ നല്ലത്. കാര്യം സ്പോഞ്ച് കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. അതിനാണ് വില കൂടുതലും ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും ആ സ്ക്രബ് മാത്രം മതി, റഫായിട്ടുള്ള ഭാഗം മാത്രം മതി. അതിന് ഏറ്റവും ഒരു 5-6 കൊല്ലമായിട്ട് ഇവിടെ കിടക്കുന്നില്ല. നോക്കട്ടെ. അഞ്ചാറ് കൊല്ലമായിട്ട് നിലവറയിൽ ഇരിക്കുന്നൊരു വിളക്കാണ്. ക്ലാവൊക്കെ പിടിച്ച് കട്ടി ക്ലാവാണ്. ശരി, സാധാരണഗതിക്കുള്ള പ്രയോഗങ്ങൾ നടത്തിയാൽ കഠിനാധ്വാനം വേണ്ടി വരുന്ന ഒരു സാധനമാണ്. പക്ഷേ വളരെ വേഗത്തിൽ അത് നീങ്ങുന്നുണ്ട്. വ്യത്യാസം വരുന്നുണ്ടോ? ഇതൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പുത്തം വിളക്കാക്കി എടുക്കാൻ പറ്റും. ആൾക്കാരെ ഞെട്ടിക്കുന്ന രീതിയിൽ അതിൻ്റെ തിളക്കം വരുത്താൻ പറ്റും. കണ്ടോണം ആ ഓട്ടുരുളി. ഇപ്പുറത്ത് ഞാൻ ഇത് സ്ക്രബും ഇത് സ്പോഞ്ച് കൊള്ളാം. അപ്പം അത് തുടച്ച് മാറ്റാൻ പറ്റുമേ? തുടച്ച് മാറ്റാൻ പറ്റും അല്ലേ? നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് അവിടെ ചിലപ്പോൾ തുണിയൊന്നും കാണത്തില്ല, നമ്മളെല്ലാം കൊണ്ടുപോകണം. ഇതാകുമ്പം ഇത് മൾട്ടിപ്പർപ്പസ്, ഇത് മൾട്ടിപ്പർപ്പസ്.
സമയമില്ല എന്തൊക്കെ നിങ്ങൾ ആവേശമൂത്തൊരു വീട്ടിൽ ചെന്ന് അവരുടെ എല്ലാ ഓട്ടുരുളിയും ഓട്ടുപാത്രങ്ങളും ക്ലീൻ ചെയ്യാനൊന്നും നിന്ന് കളയരുത്. വെറുതെ സാർ ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രം കാണിക്കുക. ഇത് ഈ കളറ് അത് നമ്മൾ ചെയ്തിട്ടില്ല. ഇപ്പുറത്തെ ഭാഗം ഉണ്ടോ? അപ്പോൾ രണ്ട് കാണുമല്ലോ. ഒന്നുകൂടെ ഫൈനലാണ്. ഇതിപ്പോൾ നമ്മൾ വൃത്തിയാക്കിയത്. ഇത് വൃത്തിയാൻ്റെ എതിർവശത്തുള്ള സാധനം. അപ്പോൾ ഇത് ഇത്ര മതി നമുക്ക്. വീഡിയോയുടെ സ്പേസിലത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ ഒന്ന് ക്ലോസിങ് പറഞ്ഞ് ഇതാക്കിയോ സാറേ. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നൊരു കഷ്ടി ഒരു 2 മിനിറ്റോളം നമ്മൾ എടുത്തിട്ടുള്ളൂ ഇത്രയും നേരം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഒരു വിളക്കോ ഒരു ഓട്ടുപാത്രമോ ഒക്കെ നമുക്ക് പരമാവധി ഒരു 10 മിനിറ്റിനുള്ളിൽ വളരെ എളുപ്പത്തിൽ വളരെ എഫക്റ്റീവായിട്ട് ക്ലീൻ ചെയ്ത് ഒന്നും കഴിക്കാൻ സംഭവിച്ചിട്ടില്ല. നല്ല സ്മൂത്ത് നല്ലതാണ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പുതിയൊരു ഉപയോഗം കൂടെ സജിമോൻ സാർ അദ്ദേഹത്തിൻ്റെ റിസർച്ചിലൂടെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാ നന്ദിയും ഭാവുകങ്ങളും അറിയിക്കുന്നു. എല്ലാവരും ഉപേക്ഷിച്ചിട്ടൊരു സാധനമാണ് മനസ്സിലാക്കാതെ. അതിൻ്റെ ഗുണം കുറച്ച് നാളായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡെമോ ഇല്ല എന്നുള്ളത് ഇന്നലെയൊക്കെ കിട്ടിയത്. അപ്പോൾ നമ്മളിന്ന് സാറിന് മുന്നിൽ ചെയ്യാൻ പറ്റി. ഓക്കെ, താങ്ക് യു.